കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുള്ള മാംഗ്ലൂർ ഗേൾസ് ട്രിപ്പ് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അത്. ഇതാണ് നമ്മൾ ഫ്ലാറ്റിൻ്റെ മേലെ നിന്ന് നോക്കിയാലുള്ള വ്യൂ. കിഡിലൻ വ്യൂ ആണ്. അതുപോലെ തന്നെ തലേ ദിവസം ഏത് നേരം ഉറങ്ങിയതെന്ന് യാതൊരു നിശ്ചയവുമില്ല. അത്രയും സംസാരിച്ച് ചിരിച്ച് മറിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. രാവിലെ പിന്നെ 6 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എണീറ്റു. കാരണം ഞാനൊരു ഏർലി മോർണിംഗ് പേഴ്സണാണ്. ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കമായിരുന്നു. 7 മണിയായപ്പോഴത്തേക്കും ഞാൻ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ട്, അത് മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും വിളിച്ച് തട്ടി എണീപ്പിച്ച് എല്ലാവരും ഡ്രസ്സപ്പും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം നമ്മളിതാ ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പൂൾ കണ്ടു, അതുപോലെ തന്നെ ജിം ഏരിയ ഉണ്ട്, അതുപോലെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയയിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ലാമിയ കിഡിലൻ വെറ്റ് സ്പോട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സ് തീരെ അനുവദിച്ചില്ല അത് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഓട്ടോ എടുത്ത് നേരെ പോയത് കത്രി കഫേയിലാണ്. കത്രി കഫേയിൽ ഒരുപാട് വെജ് ഐറ്റംസ് ഉണ്ട്. നല്ല കിഡിലൻ ടേസ്റ്റുള്ള പൊടി ഇഡ്ഡലി, അതുപോലെ അവരുടെ ഒരു ബണ്ണുണ്ട്, ചട്നി ഓർ സാമ്പാർ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അതും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ആ ഒരു ബണ്ണ്. അതേപോലെ ഈ ഒരു കോമ്പിനേഷൻ കേസരിയും അതുപോലെ ഉപ്പുമാവും കൂടെ മിക്സ് ചെയ്തിട്ട് അതും അടിപൊളി ടേസ്റ്റ്. ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് പിസ്സ മോളിലേക്കാണ്. അവിടുന്ന് അല്ലറ ചില്ലറ ഷോപ്പിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് റിഫ്രഷ്മെൻ്റ് ഒക്കെ എടുത്ത ശേഷം കുറച്ച് നേരം അവർ റിലാക്സ് ചെയ്തിരുന്നു. പിന്നെ അടുത്ത ഡിസ്കഷൻ ലഞ്ചിന് ഏത് സ്പോട്ടിൽ പോകുന്ന സ്പോട്ടിൽ നിന്ന് എന്തൊക്കെ ഓർഡർ ചെയ്യുന്നതായിരുന്നു. കാരണം സ്പോട്ട് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിലധികം കൺഫ്യൂഷൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നേരെ മച്ലിയിലെത്തി. അവിടുന്ന് എന്തൊക്കെയോ ഫിഷ് ഐറ്റംസ് ഓർഡർ ചെയ്തു. അതുപോലെ മീൽസും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അത് വയറ് നിറച്ച് കഴിച്ച് അവിടുത്തെ ക്രാബൊന്നും പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാമിയെ കൊണ്ടുപോയത് പബ്ബാസിലേക്കാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു ഐസ്ക്രീം ഷോപ്പിലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം കുടിച്ചിട്ടില്ല. പിന്നെ ഗേൾസ് ട്രിപ്പിൽ ഇതൊക്കെയാണ് രസം. നമ്മൾ 5 പേരും കൂടെ കുത്തിച്ചീരിയാണ് ഒരു ഓട്ടോയിലൊക്കെ പോയത്. അതൊക്കെ ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസാണ്. ശേഷം നമ്മൾ ട്രെയിനിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 ദിവസം സമ്മാനിച്ച ഈ ഒരു ടീമിനോട് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഞാൻ ഈ ഒരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. പല ടീംസിൻ്റെ കൂടെ ഒന്നും വർക്കാവില്ലായിരുന്നു. വൺസ് അഗെയിൻ ലൈഫിലെ ഈ 2 അടിപൊളി ഡേയ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്ഫുൾ ആണ്. സോ ഇറ്റ്സ് മീ താനിയ സൈനിങ് ഓഫ്.